വെൽക്കം ബാക്ക് പെർഫോമൻസ് മെക്കാനിക് യൂട്യൂബ് ചാനൽ. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ ഞാൻ ചെയ്യാൻ പോകുന്നത് ഹബ്ബ് ലോക്കിനെ പറ്റിയുള്ള വീഡിയോ കേട്ടോ. ഹബ്ബ് ലോക്ക് ഫോർഡിൻ്റെ പല വാഹനങ്ങൾക്കും ഹബ്ബ് ലോക്ക് വരുന്നുണ്ട്. അപ്പോൾ ഹബ്ബ് ലോക്ക് കാണാൻ തുടങ്ങിയിട്ട് കുറേ വർഷമായി ഞാൻ. അപ്പോൾ അതിൻ്റെ ഒരു ചെറിയ ടെക്നിക്കൽ വീഡിയോ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഫോർഡിന് വരുന്ന ഹബ്ബ് ലോക്ക് ഓട്ടോമാറ്റിക് ഹബ്ബ് ലോക്കാണ്. ഓട്ടോമാറ്റിക് എന്ന് പറയുന്ന സമയത്ത് നമ്മൾ ഇതിൽ 4x4 സെലക്ട് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട് ഇവിടെ. ഈ ഒരു ഇവിടെ കാണാം, പുള്ള് ചെയ്തിട്ടാണ് ഓൺ ചെയ്യാം കേട്ടോ. 2 ഹൈ, അതേപോലെ 2 ഹൈ, 4 ഹൈ, അതേപോലെ 4 ലോ എന്നുള്ള പല ഓപ്ഷൻ അവിടെ കാണാം. ഇപ്പോൾ 2 ഹൈ ഇടുന്ന സമയത്ത് 2 ഹൈയിലേക്ക് സെലക്ട് ചെയ്യുന്ന സമയത്ത് ഇതിൻ്റെ ഫ്രണ്ടിലെ ആക്സിൽ ഡിസെൻഗേജ് ആയിരിക്കും. റിയറിലെ വീല് മാത്രമാണ്, എഞ്ചിൻ്റെ പവർ റിയറിലെ വീലിലേക്ക് മാത്രമേ എത്തുള്ളൂ, ഫ്രണ്ടിലെ വീലിലേക്ക് എത്തില്ല. ഫ്രണ്ടിലെ പ്രൊപ്പല്ലർ ഷാഫ്റ്റ് ആക്സിൽ ഒന്നും കറങ്ങൂല. അത് ഞാൻ നേരിട്ട് കാണിച്ചു തരാം. ഇവിടെ നമ്മൾ ഈ ഒരു നോബ് 4 ഹൈയിലേക്ക് ഇടുന്ന സമയത്ത് അതിൻ്റെ ഫ്രണ്ടിൽ ആക്സിലിൻ്റെ അകത്തൊരു മെക്കാനിസം ഉണ്ട്. ഈ ഫ്രണ്ടിൽ ആക്സിലിൻ്റെ ഹബിൻ്റെ അകത്ത് ഒരു വാക്വം ആക്ച്വേഷൻ മെക്കാനിസം ഉണ്ട്. ആ ഒരു മെക്കാനിസം എൻഗേജ് ആവും. വാഹനത്തിന് റിയറിൽ ആക്സിൽ ലോക്ക് വരുന്നുണ്ട്. ആക്സിൽ ലോക്ക് എന്ന് പറഞ്ഞ മെക്കാനിസം ഉണ്ട്. അതിൻ്റെ ഒരു വീഡിയോ ഞാൻ യൂട്യൂബിൽ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. ഈ ഒരു ഫ്രണ്ടിലെ വീല് നമുക്ക് കാണാം. അപ്പോൾ മനസ്സിലാവും ഈ ഫ്രണ്ട് വീല് ഹബിൻ്റെ അകത്ത് ഒരു മെക്കാനിസം വരുന്നുണ്ട്. ഇതാണ് ഫ്രണ്ടിലെ വീൽ കേട്ടോ. ഈ ഫ്രണ്ട് വീലിൽ മാത്രമാണ് ഈ ഹബ് ലോക്ക് വരുന്നത്. ഹബ് ലോക്ക് എല്ലാ വാഹനങ്ങളിലും ഈ ഒരു ഹബ് ലോക്ക് ഈ ഒരു ഫ്രണ്ട് വീലിൻ്റെ സെൻറ്ററിലാട്ടോ വരിക. ലോക്ക് അൺലോക്ക് എന്നുള്ള കറക്കാനുള്ളൊരു സംഭവം ഉണ്ടാവും. ഇപ്പോൾ ഫോർഡിൻ്റെ വാഹനങ്ങൾക്ക് അത് കുറവാട്ടോ. ഫോർഡ് ഈ ഒരു ഓട്ടോമാറ്റിക് സംഭവം ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. ഈ ഒരു ആക്സിലൂടെ കാണാം, ഫ്രണ്ടിൽ ആക്സിലാണ്. ഈ ഒരു ആക്സിൽ കയറുന്ന ഈ ഒരു വീലിൻ്റെ ഹബിൻ്റെ അകത്തായിട്ട്, ഈ ഭാഗത്തല്ല, ഈ ഒരു വീലിൻ്റെ ഈ ഭാഗത്തായിട്ട് ഒരു വാക്വം ആക്ച്വേറ്റർ മെക്കാനിസം ഉണ്ട്. ഇവിടെ വാക്കത്തിൻ്റെ പൈപ്പൊക്കെ പോകുന്നതാണ്. അതിൻ്റെ അകത്തൊരു സിങ്ക്രോമെഷ് പോലത്തെ ഒരു ഡിവൈസ് ഉണ്ട്. ആ ഒരു സംഭവത്തിൻ്റെ ആണ് ഈ ഒരു ഫ്രണ്ടിൽ ആക്സിൽ എൻഗേജ് ആക്കുന്നത്. അല്ലാത്ത പക്ഷം ഈ ഒരു ഫ്രണ്ടിലെ വീല് ആക്സിലായിട്ട് ബന്ധമില്ല. നമ്മൾ 4x4 മോഡിലേക്ക് സെലക്ട് ചെയ്യുന്ന സമയത്ത് മാത്രമേ ഇവിടെ വാക്കെത്തുള്ളൂ. ആ സമയത്ത് മാത്രമേ ഈ ഒരു ആക്സിൽ എൻഗേജ് ആവുള്ളൂ. സാധാരണ ജീപ്പ്, അതേപോലെ GMC പല വാഹനങ്ങളിലും നമ്മൾ ഈ വാഹനത്തിൽ നിന്ന് ഇറങ്ങിയിട്ട് ഈ ഒരു വീലിൻ്റെ സെൻറ്ററിലുള്ള ഈ ഒരു ഹബ് ലോക്ക് ചെയ്യണം. അല്ലാത്ത പക്ഷം ഈ ഒരു ഫ്രണ്ട് വീലിലേക്ക് ഡ്രൈവ് വരില്ല. ഇപ്പോൾ ഇവിടെ വേറൊരു വീൽ ക്യാപ്പ് മാത്രമേ ഉള്ളൂ. ഇവിടെ ചെറിയ ആക്സിൽ നെറ്റ് ഉണ്ട്. വീൽ ക്യാപ്പ് അയച്ചു കഴിഞ്ഞാൽ അതിൻ്റെ അകത്ത് കാണാം. അങ്ങനെ ഇതിൻ്റെ മെക്കാനിസം വരുന്നത്. അതേപോലെ ഇവിടേക്ക് വാക്വം വരുന്നതിന് വേണ്ടിയിട്ട് ഇവിടെ ഒരു വാക്വം റിസർവോയറും അതേപോലെ ഒരു വാക്വം സോളിനോട് സ്വിച്ചൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇത് ഒരു വാക്വത്തിൻ്റെ റിസർവോയർ കേട്ടോ. ഈ ഒരു റിസർവോയറിൽ വാക്വം സ്റ്റോർ ചെയ്യും ഫുൾ ടൈം. നമ്മൾ 4x4 സെലക്ട് ചെയ്യുന്ന സമയത്ത് മാത്രമാണ് ഈ ഫ്രണ്ടിൽ ആക്സിൽ എൻഗേജ് ആവുള്ളൂ. ഈ ഒരു സംഭവം എന്തിനാണ് ഡെവലപ്പ് ചെയ്ത് വെച്ചാൽ ശരിക്കും വാഹനത്തിന് മൈലേജ് കൂടാൻ വേണ്ടിയിട്ടാണ്. ഈ ഒരു വലിയൊരു വാഹനം ഓടിക്കുന്ന സമയത്ത് ഇതിൻ്റെ ഫ്രണ്ടിലെ ഡിഫറൻഷ്യൽ പ്രൊപ്പല്ലർ ഷാഫ്റ്റ് ആക്സിലൊക്കെ ഇറങ്ങുന്ന സമയത്ത് കുറേ പവർ ലോസും അതേപോലെ മൈലേജിനെ ബാധിക്കുകയും ചെയ്യും. അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഓട്ടോമാറ്റിക് ആയിട്ടുള്ള ഒരു 4x4. ഇതൊരു സാധാരണ ജീപ്പ് കേട്ടോ. അപ്പോൾ ഈ ഒരു ജീപ്പിൻ്റെ ഫ്രണ്ട് ആക്സിലൂടെ കാണാം. ഇതിന് ഹബ് ലോക്ക് കാര്യങ്ങളൊന്നുമില്ല. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഫ്രണ്ടിലെ പ്രൊപ്പല്ലർ ഷാഫ്റ്റും അതേപോലെ ഈ ഒരു ആക്സിൽ ഒക്കെ പാടെ ഫുൾ ടൈം കറങ്ങും. ഫ്രണ്ടിലെ വീല് കറങ്ങുന്ന സമയത്ത് ഇവിടെ ആക്സിലിൻ്റെ യൂണിവേഴ്സൽ ജോയിൻറ്റും സംഭവങ്ങളൊക്കെ കൂടെ കാണാം. ഇത്തരത്തിലുള്ള ജീപ്പുകൾക്ക് മൈലേജ് വളരെ ഷോർട്ടായിരിക്കും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് ഹബ് ലോക്ക് വാങ്ങി ഇൻസ്റ്റാൾ ചെയ്യാൻ സാധിക്കും. ഈ ഒരു ചെറിയ ഇൻഫർമേഷൻ ഇഷ്ടപ്പെട്ട ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതേപോലെ വീഡിയോ ലൈക്ക് ചെയ്യുക.